നമ്മുടെ തലച്ചോറ് കരിങ്കല്ല് പോലത്തെ ഒരു വസ്തുവൊന്നുമല്ല. അത് ഫ്ലെക്സിബിളാണ്. നമ്മളെങ്ങനെ അതിനെ ശീലിപ്പിക്കുന്നുവോ ആ രീതിയിലേക്ക് മാറും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സവിശേഷതയെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ നടക്കുന്നുണ്ട് ബ്രെയിനിൻ്റെ. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ നന്ദി ശീലിക്കുമ്പോൾ പുതിയ ഒരു പാത്വേ ബ്രെയിനിൽ രൂപപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ഇത് രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യാൻ ബ്രെയിനിന് പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എത്ര ഉപകാരങ്ങൾ, ഹെൽപ്പുകൾ കിട്ടുന്നു. ഓരോ കാര്യത്തിന് നമ്മൾ അവരോട് തന്നെ നമ്മൾ താങ്ക് യു പറഞ്ഞ് ശീലിക്കുമ്പോൾ അത് പുതിയൊരു ബ്രെയിനിലൊരു പാത്വേ ആണ് രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ. അങ്ങനെ നമ്മൾ സ്ട്രെസ്സ് കുറയുന്നു, നമ്മൾ ഹാപ്പിയായി മാറും. ഇനി നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഓരോ വ്യക്തികളോടും താങ്ക് യു പറയാനില്ലെങ്കിൽ പോലും നിങ്ങൾ നേച്ചറിലേക്ക് നോക്കൂ. നിങ്ങൾക്ക് സൂര്യനെ കാണുമ്പോൾ ആ പ്രകാശം കിട്ടുന്നതിൽ നന്ദി പറഞ്ഞൂടെ? കടലിൻ്റെ ആ ഒരു ഭംഗിയും കടലിൻ്റെ ആ ഒരു നമുക്ക് തരുന്ന ഒരു വൈബ്, അതിനൊക്കെ നന്ദി പറഞ്ഞൂടെ? അങ്ങനെ ഓരോന്നിനും, ചന്ദ്രൻ്റെ ആ ഭംഗി, നിലാവിന് നന്ദി പറഞ്ഞൂടെ? നമുക്ക് ഈ നേച്ചറിൽ നിന്ന് കിട്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. വെള്ളം, ഭക്ഷണം, എല്ലാത്തിനും നമുക്ക് നന്ദി പ്രകടിപ്പിക്കാം. നമ്മൾ എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു കോർ റിസൾട്ട് നമുക്ക് കിട്ടാനുള്ള ഒരു കാര്യം. എല്ലാ ദിവസവും അവസാനിക്കുന്ന സമയത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു 3 കാര്യങ്ങൾക്ക് നന്ദി നമ്മൾ എഴുതി രേഖപ്പെടുത്തി വെക്കുക. അതിനായിട്ട് നിങ്ങളൊരു ഡയറിയോ ഒരു പുസ്തകമോ ഒരു ബുക്കോ സൂക്ഷിക്കുക. അതിൽ കൃത്യമായി ഓരോ ദിവസവും ഇന്ന് എനിക്ക് ഇന്ന ഒരു കാര്യം ലഭിച്ചു, നല്ല ഒരു കാര്യം നടന്നു, ഒരു ദിവസം 3 കാര്യം എഴുതുക. അങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിതിങ്ങനെ എഴുതി കഴിഞ്ഞ് നമ്മളിത് വായിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയധികം ബ്ലെസ്സിങ്സ് എനിക്ക് സംഭവിച്ചതാണല്ലേ. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണ്. അത് വായിക്കുമ്പോൾ ഒന്നുകൂടി നമ്മുടെ കളക്റ്റീവായിട്ടുള്ള നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കോൺഷ്യസ് നമ്മുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ ഒരു മാജിക്കൽ ടൂളായിട്ട് നമ്മൾ കണ്ട് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര വലുതായിരിക്കും.